അദ്ധ്യായം 8. നീ എന്റെ അമ്മയുടെ മുലകുടിച്ച സഹോദരനായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെളിയിൽ കണ്ടു ചുംബിക്കുമായിരുന്നു. ആരും എന്നെ നിന്ദിക്കില്ലായിരുന്നു. നീ എനിക്ക് ഉപദേശം തരേണ്ടതിന് ഞാൻ നിന്നെ അമ്മയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. സുഗന്ധവർഗം ചേർത്ത വീഞ്ഞും എന്റെ മാതളപ്പഴത്തിന്റെ ചാറും ഞാൻ നിനക്ക് കുടിപ്പാൻ തരുമായിരുന്നു. അവന്റെ ഇടംകൈ എന്റെ തലയിൽ കീഴെ ഇരിക്കട്ടെ, അവന്റെ വലങ്കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. യെരൂശലേം പുത്രിമാരെ, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയുമരുത് എന്നു ഞാൻ നിങ്ങളോട് ആണയിട്ടപേക്ഷിക്കുന്നു. മരുഭൂമിയിൽ നിന്നു തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടു വരുന്നോരിവൾ ആർ? നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്, അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത്. എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിനുമേലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ. പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നീവ്രതശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജ്വാലയും തന്നെ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളയുകയില്ല. ഒരുത്തൻ തന്റെ ഗൃഹത്തിലുള്ള സർവസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചുകളയും. നമുക്ക് ഒരു ചെറിയ പെങ്ങളുണ്ട്, അവൾക്ക് സ്തനങ്ങൾ വന്നിട്ടില്ല. നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്കു വേണ്ടി എന്തു ചെയ്യും? അവൾ ഒരു മതിലെങ്കിൽ അതിന്മേൽ ഒരു വെള്ളിമകുടം പണിയാമായിരുന്നു, ഒരു വാതിലെങ്കിൽ ദേവദാരു പലക കൊണ്ട് അടയ്ക്കാമായിരുന്നു. ഞാൻ മതിലും എന്റെ സ്തനങ്ങൾ ഗോപുരങ്ങൾ പോലെയുമായിരുന്നു. അന്നു ഞാൻ അവന്റെ ദൃഷ്ടിയിൽ സമാധാനം പ്രാപിച്ചിരുന്നു. ശലോമോന് ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു. അതിന്റെ പാട്ടമായിട്ടും ഓരോരുത്തൻ 1000 പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു. എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം എന്റെ കൈവശമിരിക്കുന്നു. ശലോമോനെ, നിനക്ക് 1000 ഫലം കാക്കുന്നവർക്ക് 200 ഇരിക്കട്ടെ. ഉദ്യാനനിവാസിനിയെ, സഖിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു, അത് എന്നെയും കേൾപ്പിക്കണമേ. എന്റെ പ്രിയ, നീ പരിമളപർവ്വതങ്ങളിലെ ചെറുമാനിന്നും കലക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോക.